ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. 3 പേർക്ക് ഒരു 8-9 കഷ്ണം ചെറിയ ചിക്കൻ കഷ്ണം പീസ് ഞാൻ കഴുകി പിഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് ഗരം മസാല 1 ടീസ്പൂൺ ഉണ്ടാവും. അത് വലിയ 1 ടേബിൾ സ്പൂണിലാണ് ഞാൻ അളന്നതാണ്. ഇത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം കൂടി നന്നായി തേച്ച് ഒന്ന് പിടിപ്പിച്ചെടുക്കുക. നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഇനി ഒരു 1/4 മണിക്കൂർ ഇത് ഇവിടെ അടച്ച് വെക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളി, പിന്നെ ഇത് മല്ലിയില, പുതിനയില, ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3 ഗ്രാമ്പു, ഏലക്കായ, കറുവപ്പട്ട, ഒരു സർവ്വസുഗന്ധിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 2 സവാള. ഇതെല്ലാം ഒന്ന് മുറിച്ച് അരിയും കഴുകി അരിച്ച് വെക്കുമ്പോഴേക്കും ഒരു 15 മിനിറ്റ്. സവാള ഞാൻ ഒരേ വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. തക്കാളി, കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കട്ടെ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു പാത്രം മാത്രം കഴുകിയാൽ മതി, നമുക്ക് എളുപ്പമായി. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. 2.25 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ആൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. അത് കഴുകി അരിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇത്രയും മതി. ചൂടാകുമ്പോൾ 3 ഏലക്കായ, 3 ഗ്രാമ്പ്, ഇത്രയും കറുവപ്പട്ട, കരിയുന്നതിന് മുമ്പായി സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടേ ഉള്ളത്. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ നമ്മുടെ സവാള ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയം കരിയുന്നതിന് മുമ്പായിട്ട് കരിയാൻ അനുവദിച്ചുകൂടാ. നമുക്ക് ചതച്ച് വെച്ച് അതും അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ചേർത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ പച്ചയിൽ കൈവിടാതെ ഇറക്കി കൊടുത്താൽ മതി. ഉള്ളി ഇത് ഒന്ന് സോഫ്റ്റ് ആകട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താൽ ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ് സുഖം. ഇത് അടുക്കി പിടിക്കും. അന്നേരം ഈ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുമ്പോൾ, അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റായി. തക്കാളിയും വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 4.5 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളക്കാറായ വെള്ളം, അരി എത്രയാണോ അതേ അളവ്
വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ടാകുമ്പോൾ ഇതാണ്ട് ഈ ചിക്കൻ്റെ അകത്തൊന്നും കൂടി വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് അരി ഇടുന്നതിന് അരിക്ക് ആവശ്യമുള്ള ഉപ്പ് 1/4 ടീസ്പൂണിൽ കുറവായിട്ട്, പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങേൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സർവ്വസുഗന്ധീൻ്റെ ഇല, കുറച്ച് പുതിനയിലേൻ്റെ ഇരട്ടി മല്ലിയില ഞാൻ ചേർക്കുന്നുണ്ട്. എനിക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. കുക്കറിൽ കുറച്ച് കൂടുതലാണ്. അരിയുടെയും ചിക്കൻ്റെയും മേലെ വെള്ളം ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഞാൻ കുക്കർ അടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി കുക്കർ അടച്ചിട്ട് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടുപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ നമ്മൾ പ്രഷർ കുക്കർ ഓഫാക്കി. ഇനി പ്രഷർ മുഴുവനും പോയതിന് ശേഷം തുറന്നെടുക്കാം. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ കൂടുതൽ വേവായി പോവും. നമ്മുടെ ഈസി കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായി.